പള്ളി എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് രൂപീകൃതമാകുമ്പോൾ ആ നാട്ടിൽ അസഹിഷ്ണുതയുടെയും സമാധാനക്കേടിന്റെയും അസ്വസ്ഥതയുടെയും വിത്തുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരാലയം സാധ്യമാവുകയാണ്. ഒരു പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ നാട്ടിലൊരു തീവ്രവാദിയുടെ എണ്ണം കുറയുകയാണ്. ഒരു പള്ളി നാട്ടിലെ ഭീകരവാദത്തിന്റെ വേരുകൾ അറക്കുകയാണ്. പള്ളികൾ ഓരോന്നും മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള അകലങ്ങൾ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ സൗരഭ്യം ലോകത്ത് മുഴുക്ക പ്രചരിപ്പിക്കുന്നതിന് ചരിത്രം മസ്ജിദ് നബവി മുതൽ ഇങ്ങോട്ട് ചരിത്ര കാലഘട്ടങ്ങളിൽ പള്ളികൾ നിർവഹിച്ചിട്ടുള്ള പങ്ക് നമുക്കൊക്കെ നല്ല ബോധ്യമുള്ളതാണ്. അള്ളാഹുവിന്റെ ദീന് വളർന്നു വന്നിട്ടുള്ളതും പരിശുദ്ധ ദീനിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ലോകത്ത് ഇത്രമേൽ വ്യാപിച്ചിട്ടുള്ളതും എല്ലാം ആ പള്ളികൾ കേന്ദ്രീകൃതമായി നടന്ന ഇസ്ലാമികമായ സൗരഭ്യത്തിലൂടെയാണ്. ഇന്ന് നിങ്ങൾ നോക്ക്, ലോകത്ത് നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ ഇഷ്ടംപോലെ പള്ളികളും അതിലേറെ മദ്രസകളും ദീനീ സംരംഭങ്ങളുമുള്ള ഒരു നാട്ടിൽ പള്ളി എന്ന് പറയുന്നത് ഒരു കൗതുകം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിന്റെ വൈകാരികതയെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോളണമെന്നില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക മേഖലകളിലുള്ള ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക മുതലാളിത്ത രാഷ്ട്രങ്ങൾ, എല്ലാ മേഖലകളിൽ എടുത്തു നോക്കിയാലും ഇന്ന് അവിടെ സംഭവിക്കുന്ന ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ എല്ലാം വിത്ത് അവിടങ്ങളിൽ സ്ഥാപിതമാകുന്ന പള്ളികളിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഹൃദയഹാരിയായ, ഒരുപക്ഷെ മനസ്സുകൊണ്ട് ചേർത്ത് വെക്കുന്ന അനുഭവങ്ങളിൽ ഒന്നാണ്. നമ്മുടെ പള്ളി മതസൗഹാർദ്ദത്തിന്റെ വേദികളാകേണ്ടതിനെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത്. ഒരാരാധനാലയം നാടിന്റെ അതിരുകൾ ഇല്ലാതാക്കി മതിലുകൾ തീർത്ത് മാനവികമായ ഐക്യപ്പെടലുകളുടെ ഇടമായി മാറേണ്ടതിനെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇത്തരം ചർച്ചകൾ ഇന്ന് നടത്തേണ്ടി വരുന്ന രീതിയിൽ സ്പർദ്ധയും അകലവും മതപരമായ വലിയ വേലിയേറ്റങ്ങളും തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വിവിധ മതങ്ങൾ തമ്മിലും മതങ്ങൾക്കുള്ളിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പള്ളികളും മദ്രസകളും ഇസ്ലാമിക സംവിധാനങ്ങളും എല്ലാം നമ്മൾ കൂടെ ഓർമ്മിപ്പിച്ചത് ഒന്നിപ്പിക്കാനുള്ളതും സഹകരിപ്പിക്കാനുള്ളതും മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വിത്തുകൾ പാകാനുള്ളതും ലോകത്തിലെ എല്ലാ ആരാധനാലയങ്ങളും മതവിശ്വാസങ്ങളും മനുഷ്യരെ ചേർത്ത് വെക്കാനുള്ളതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്, ആവർത്തിക്കേണ്ടി വരുന്നത്, അത്തരത്തിൽ ഗുണപരമായി ആളുകൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിയുമോ, ഇന്ന് ലോകത്ത് ഇസ്ലാമിനെതിരെ പടയോട്ടം നയിച്ച രാജ്യങ്ങളെ മുഴുവനും നിങ്ങൾ എടുത്തു നോക്കുക. ഏറ്റവും ലളിതമായി അമേരിക്കയെ ഒരു ഉദാഹരണമാക്കി എടുക്കുക. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വിത്തുപാകിയ രാജ്യങ്ങളിൽ ഒന്നാണ്. യൂറോപ്പിലെ വിവിധ പ്രവിശ്യകളിൽ വളർന്നു പിടിച്ചിട്ടുള്ള ഇസ്ലാമിക സംസ്കാരത്തെ പേടിക്കുകയും ഇസ്ലാമിക പോരാട്ടങ്ങളെയും മുന്നേറ്റങ്ങളെയും ലോകത്ത് ഒരു വലിയ തകർച്ചയുടെ ലക്ഷണമായി കണ്ടിട്ടുള്ള ചരിത്രപരമായ ആ അർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധരിൽ നിന്ന് ലോകം വിളിച്ചു പരിചയപ്പെടുത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ നിങ്ങൾ ഉദാഹരണമാക്കി എടുക്കുക. ഒരിക്കൽ മഹാത്മാഗാന്ധി തന്നെ ലോകത്തോട് ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക ബ്രേഡ് ദ ആഡ്വെന്റ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ വരവിനെ പേടിച്ചൊരു ജനത ലോകത്തുണ്ടായിരുന്നു. അത് ആഫ്രിക്കയിലെ യൂറോപ്യന്മാരാണ്. എന്താണ് അവർ ഇസ്ലാമിന്റെ വരവിനെ പേടിക്കാൻ കാരണം? അവർ ഇസ്ലാമിക സംസ്കാരത്തെ പേടിക്കാൻ കാരണം എന്താ? They were the torch bearer of entire medieval world. മധ്യകാലഘട്ടത്തിന്റെ വിളക്കും വെളിച്ചവും ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നഗ്നത മറക്കാൻ അറിയാത്ത ഒരു ജനതയെ സംസ്കാരത്തിന്റെ വക്താക്കളാക്കി മാറ്റിയതിൽ ഒരു മതത്തിന് ഒരു ചിന്താധാരക്കോ പങ്കുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമിനാണ്. മഹാത്മാഗാന്ധി പറയാൻ ആ സമൂഹമാണ് they are the torch bearer of brotherhood. ലോകത്തെ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിന്ന് മനുഷ്യർ ഒന്നിക്കാനും സഹകരിക്കാനും സഹവർത്തിത്വത്തോടെ ജീവിക്കാനും ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വിശ്വാസധാരയുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമാണ്. അങ്ങനെ ലോകത്ത് ദ ഗോസ്പൽ ഓഫ് ബ്രദർഹുഡ് എന്നാ പരിചയപ്പെടുത്തിയത്. സാഹോദര്യത്തിന് വേണ്ടി ലോകത്ത് അങ്ങനെ സന്ധിയില്ലാ സമരം ചെയ്ത ഒരു സംസ്കാരമുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സംസ്കാരം എല്ലാവർക്കും പേടിയാണ്. ഇസ്ലാം വളർന്നു വന്നാൽ അവിടങ്ങളിൽ ആശയ ദർശനങ്ങൾ, ആ ഇസ്ലാമികമായ ആശയ സംസ്കരണങ്ങൾ ലോകത്തൊരു ഭാഗത്ത് വേരുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നത് ലോകത്ത് തിരിച്ചറിയപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഇന്ന് കാനഡയിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ, ഇംഗ്ലണ്ടിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ, ജർമ്മനിയിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ, ഫ്രാൻസിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ, അമേരിക്കയിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇന്ന് ലോകം വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പരിണാമം അതാണ്. ഇസ്ലാമിനെ മുഴുവനും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മുൾമുനയിൽ നിർത്തി എതിർക്കപ്പെടേണ്ടതാണെന്ന് വിധി എഴുതിയ ഒരു നാട്ടിൽ ആയിരക്കണക്കിന് പള്ളികൾ ഓരോ ദിവസങ്ങളിലും എന്ന പോലെ ആ നാട്ടുകാർ പണിതുയർത്തിക്കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു പ്രദേശത്ത് വ്യാപകമായി വരുന്നതിന്റെ ലക്ഷണമാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. എത്രത്തോളം എന്നറിയുമോ? വാഷിംഗ്ടൺ DC പോലെയുള്ള, ബോസ്റ്റൺ
പോലെയുള്ള അവിടുത്തെ അമേരിക്കയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളുടെ തലസ്ഥാന നഗരങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്താൽ കാണാവുന്ന ഏറ്റവും ഹൃദയഹാരിയായ കാഴ്ച, വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ അവിടെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പള്ളികളിലെല്ലാം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തടിച്ചുകൂടുന്ന മുസ്ലിമീങ്ങളുണ്ട്. അവർ പ്രാർത്ഥനാലയങ്ങളിലേക്ക് ആവേശത്തോടെ ഓടിക്കൂടുന്ന ഇഷ്ടം പോലെ പള്ളികളുണ്ട്. അതത്രയും ഉണ്ടായിരിക്കെ ആ നഗരത്തിന്റെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും ജൂത സിനഗോഗുകളും ക്രൈസ്തവ ദേവാലയങ്ങളും വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ 11 മണി മുതൽ 3 മണി വരെ അമേരിക്കയിൽ ഉൾപ്പെടെ ഈ പറയപ്പെടുന്ന ലോകത്തിന്റെ സംസ്കാരത്തിന്റെ, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഈ ലോകത്തിന് അനൽപമായി പങ്കുവച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഞാൻ അത്ഭുതത്തോടുകൂടി വെള്ളിയാഴ്ച ജുമഅക്ക് വേണ്ടി ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ അത് അവിടുത്തെ ക്രൈസ്തവ ദേവാലയമാണെന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന സുഹൃത്ത് പറഞ്ഞപ്പോ വലിയ കൗതുകത്തോടെ ആലോചിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു ക്രൈസ്തവ ദേവാലയം മുസ്ലിമീങ്ങളുടെ ജുമഅക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന രീതിയിലേക്ക് സൗകര്യം ചെയ്യപ്പെടുക? കൗതുകത്തോടുകൂടി ആ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ നൂറുകണക്കിന് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പള്ളിയിലെ ഇമാമ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ഖുതുബ നടത്തുകയാണ്. എന്താണ് ക്രൈസ്തവതയിൽ നിന്ന് ഇസ്ലാമിനുള്ള വ്യത്യാസമെന്ന് അവർ ചർച്ച ചെയ്യുകയാണ്. ഈ വിഷയങ്ങളൊക്കെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ബെഞ്ചിലിരുന്ന് ജുമാ നിർവഹിക്കുന്നത് ശസ്ത്രത്വം വീക്ഷിക്കുകയാണ്. ആ നാട്ടിലെ ജനങ്ങൾ അവർക്ക് ഇസ്ലാം പറയാൻ മടിയില്ല. ഇസ്ലാമിക സന്ദേശങ്ങൾ പങ്കുവെക്കാൻ അവർ തമ്മിലുള്ള അകലങ്ങളിൽ തടസ്സമാകുന്നില്ല. പള്ളികളും അവർക്ക് തുറന്നു വെച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹൗലുകൾ പോലും ക്രമീകരിച്ച് പട്ടണങ്ങളിലെ പ്രാന്തപ്രദേശങ്ങളിലെ മിക്കവാറും ക്രൈസ്തവ ദേവാലയങ്ങളും ജൂത സിനഗോഗുകളും അമേരിക്കയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ജുമാ നിർവഹിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുവെന്ന കാഴ്ചകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രായിരം പള്ളികൾ, എത്ര പ്രദേശങ്ങളിലെ പള്ളികളിൽ രാജ്യത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതൊന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന്റെ പ്രൗഢി അത്രമേൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ അത് സംഭവിക്കുന്നു? നമ്മുടെ നാട്ടിൽ പള്ളികൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് കുറയുന്നു എന്നാലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരുപക്ഷെ ഇതര സംസ്ഥാനങ്ങളിലെ, ഇതര രാജ്യങ്ങളിലെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇതുപോലെ ഒരു മനോഹരമായ ആത്മീയ ഭവനം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് മനസ്സിൽ കരുതേണ്ട, ഉള്ളിൽ കൊളുത്തിവെക്കേണ്ട ഒരു വെളിച്ചമുണ്ട്. അവിടുത്തെ മുസ്ലിമീങ്ങളാണ് പള്ളികളിലൂടെ ജീവിക്കുന്നത്. ആ പള്ളികളിലൂടെ നാടിന് മുഴുക്കെ വെളിച്ചം പകരുന്നത് അവിടുത്തെ വിശ്വാസികളാണ്. അവരെ കണ്ടുപഠിച്ച പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഞാനൊരു ക്രൈസ്തവ ദേവാലയത്തിലെ ജുമാ കഴിഞ്ഞിറങ്ങുമ്പോ ആ പള്ളിയുടെ ട്രസ്റ്റി ആയിട്ടുള്ള ഒരു ക്രൈസ്തവ സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച വന്ന് ഈ ജുമഅക്ക് വേണ്ടി പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സഹോദരങ്ങളായ ആളുകൾ ബെഞ്ചിലിരുന്ന് ജുമഅ കേൾക്കുകയാണ്, ഖുതുബ പ്രഭാഷണം കേൾക്കുകയാണ്. ഇതൊക്കെ കേട്ടാൽ ഒരുപക്ഷെ അവർക്ക് ഇസ്ലാമിനോട് താല്പര്യം തോന്നില്ലേ? അവർ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാവാൻ സാധ്യതയില്ലേ? ആ മനോഹരമായ വിശ്വാസ സംഹിതയിൽ ജീവിച്ച് വളർന്ന ആ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട അധികാരിയായ ഒരു സഹോദരൻ പറയുകയാണ്, റിലീജിയൻ ഈസ് എ ചോയ്സ് ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ തെരഞ്ഞെടുപ്പിന് അധികാരമുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ് മതം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമോ, ഈ ബെഞ്ചിലിരുന്ന് വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിലെ പള്ളികളിൽ വന്ന് ജുമാ അനുഷ്ഠിക്കുന്നവരുടെ ജുമാ കേൾക്കാൻ വേണ്ടി കൗതുകത്തോടെ വരുന്ന എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പലരും ജുമാ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ആ പള്ളിയിൽ ഇമാമിന്റെ അടുത്ത് ചെന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നത് ഞങ്ങൾ കാണുകയാണ്. അതൊരു വലിയ കാഴ്ചയായി ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾക്കറിയാം പലരും ഇസ്ലാമിൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പക്ഷെ എന്തിനാണ് ഞങ്ങൾ അത് തടയുന്നത്? ഇസ്ലാം ലോകത്തെല്ലാവർക്കും പഠിക്കാൻ അത് മലർക്ക് തുറക്കപ്പെട്ട ഒരു വലിയ തുറന്ന പുസ്തകമാണ്. ആർക്ക് ഇസ്ലാമിലേക്ക് വരണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ പള്ളികളിൽ തടഞ്ഞിട്ട് കാര്യമില്ല. സെപ്റ്റംബർ 9/11 ശേഷം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന മതം ഇസ്ലാമാണ്. 6 മില്യണിലധികം അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിൽ മാത്രം ഇന്ന് 60 ലക്ഷത്തിലധികം മുസ്ലിമുകളുണ്ട്. 3000-ത്തിലധികം പള്ളികൾ, പ്രധാനപ്പെട്ട പള്ളികൾ കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും പഠിക്കേണ്ടി വരുന്ന, ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള പള്ളികളുടെ അനുഭവത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാഴ്ച എന്ന നിലയിൽ ആ പ്രദേശത്തെ എന്റർടൈൻമെന്റ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ചൂതാട്ടത്തിന്റെ കേന്ദ്രം, ലോകത്തിലെ വൃത്തികേടുകളുടെ കേന്ദ്രം, മദ്യത്തിന്റെയും ലഹരിയുടെയും പെണ്ണിന്റെയും ഈ ഭൂമിയിലെ സകല അലങ്കാരങ്ങളുടെയും കേന്ദ്രമായ ഒരു ഇടമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലോകത്തെ ആസ്വാദനത്തിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഗാംബ്ലിംഗ് സിറ്റിയാണ് ലാസ് വേഗസ് എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് 20 ലക്ഷത്തിലധികം ആളുകൾ ആഴ്ചയിലൊരിക്കൽ ആസ്വദിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന സ്ഥലം, ആഘോഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന സ്ഥലം, മദ്യപിക്കാനും ചൂതാട്ടത്തിനും ഓടിയെത്തുന്ന സ്ഥലം. അവിടെ ആ പ്രദേശത്തുകാർ പോലും സിൻ സിറ്റി എന്നാണ് വിളിക്കുക.
എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ ആളുകൾ സ്വീകരിക്കുക വെൽക്കം ടു ദ സിൻ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. തെറ്റുകളുടെ നാടുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മദ്യപിക്കാനും ലഹരിയോട് ചൂതാട്ടം ചെയ്യാനും അങ്ങനെ ലോകത്ത് ഒരു വൃത്തികേടിനും അതിരില്ലാത്തൊരു പ്രദേശം. ആ പ്രദേശത്ത് വെള്ളിയാഴ്ച ദിവസം ആ പ്രദേശത്തുകാരുടെ നിസ്കാരം, ആ പ്രദേശത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം വലിയ കൗതുകത്തോടുകൂടി ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല എന്ന രീതിയിൽ കണ്ട് ആ അർത്ഥത്തിൽ മുൻവിധിയോടെ കണ്ടൊരു പ്രദേശം ലാസ് വേഗസിലെ ഇസ്ലാമിക് സെന്ററിൽ അവിടുത്തെ സുഹൃത്തുക്കൾ ജുമയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. ആ ഇസ്ലാമിക് സെന്ററിൽ ചെല്ലുന്ന സമയത്ത് സ്വന്തമായൊരിടത്ത് മനോഹരമായി ഈ പള്ളി പോലെ സുന്ദരമായൊരു പള്ളി ലാസ് വേഗസിന്റെ ശ്രദ്ധാകേന്ദ്രമായി പണിതുയർത്തപ്പെട്ട പള്ളിയിൽ ചെന്ന് അവിടെ ജുമയ്ക്കും ഖുതുബക്കുമൊക്കെ നിർവഹിക്കാനും നേതൃത്വം കൊടുക്കാനും ഇടപഴകാനും അവസരം കെട്ടി പിരിഞ്ഞു വരുമ്പോ ഞാൻ അത്ഭുതത്തോടെ അവർക്കിടയിൽ നിന്ന് കേട്ടൊരു വാക്കുണ്ട്. അത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പള്ളി എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ തീർക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ അവരോട് കൗതുകത്തോടെ ചോദിച്ചു, നിങ്ങളെ മക്കൾ ഈ നാട്ടിലാണ് വളരുന്നത്, ചൂതാട്ടത്തിന്റെ നാട്ടിൽ, വൃത്തികേടുകളുടെ നാട്ടിൽ, മദ്യപാനത്തിന്റെ നാട്ടിൽ, ലഹരിയുടെ നാട്ടിൽ. രാജ്യത്തുള്ള ലോകത്തുള്ള സകല മനുഷ്യരും മദ്യപിച്ച് കൂത്താടി ലക്കുകെട്ടില് അവർക്ക് മതിരക്ഷികളുടെ മടിത്തട്ടിൽ തലയാച്ച് കിടന്നിറങ്ങുന്ന ഒരു നാട്, എല്ലാ വൃത്തികേടുകൾക്കും മലർക്ക് തുറക്കപ്പെട്ട നാട്. ഇവിടെയല്ലേ നിങ്ങളെ മക്കൾ വളരുന്നത്? ആ മക്കൾ നശിക്കില്ലേ? ഇവിടെയല്ലേ നിങ്ങളുടെ കുടുംബങ്ങൾ വളരുന്നത്? അവർ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത മാർഗത്തിലേക്ക് പോവില്ലേ? അവരുടെ ജീവിതധാരകൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് പോകാൻ സാധ്യതയില്ലേ? പിന്നെയും നിങ്ങൾ എന്തിനാണ് വരുമാന മാർഗങ്ങളെല്ലാം ഈ നാട്ടിൽ തന്നെ ക്രമീകരിച്ച് ഇവിടെ ജോലി ചെയ്ത് ഈ നാട്ടിൽ നിങ്ങൾ കഴിയുന്നത്? തുർക്കിക്കാരനായ ആ പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു ട്രസ്റ്റിയായ ഒരു മുസ്ലിം സഹോദരൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ ഈ കുട്ടിയെ കണ്ടോ? ആ കുട്ടി എന്റെ മകനാണ്, +1 പഠിക്കുകയാണ്. ഈ മകനെ കണ്ടോ? ഇതെന്റെ മൂത്ത മകനാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. ആ 2 പെൺകുട്ടികളും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുകയാണ്. ഞാനും എന്റെ ഭാര്യയും 18 വർഷക്കാലമായി ഈ നാട്ടിൽ ജീവിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ചൂതാട്ടവും വൃത്തികേടുകളും ഒക്കെയുള്ള നാട്ടിൽ ഞാൻ കണ്ടു വളർന്നതാണ്, എന്റെ ഭാര്യ കണ്ടു വളർന്നതാണ്, എന്റെ മക്കൾ കണ്ടു വളരുന്നതാണ്. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവർക്കെല്ലാം ഒരു വിശ്വാസമുണ്ട്. നാടെത്ര ദുഷിച്ചാലും നാട്ടുകാരെത്ര ദുഷിച്ചാലും ഈ നാട്ടിൽ എത്ര വൃത്തികേട് വന്നാലും ഞങ്ങൾക്ക് ഈ പള്ളിയും പരിശുദ്ധ ഇസ്ലാമും ആ ഞങ്ങളുടെ മക്കൾക്ക് മാതൃകയാക്കാൻ അവരുടെ വാപ്പയും ഉമ്മയുമായ ഞങ്ങളും ഈ നാട്ടിലുള്ള കാലത്തോളം ഞങ്ങളെ കുട്ടികൾ നശിക്കില്ല. അവർ വൃത്തികേടുകളിലേക്ക് പോകില്ല. അവർക്ക് കണ്ടുപിടിക്കാൻ ഒരു വാപ്പയുണ്ട് വീട്ടിൽ, അത് ഞാനാണ്. അവർക്ക് കണ്ടുപിടിക്കാൻ ഒരു ഉമ്മയുണ്ട്, അതെന്റെ ഭാര്യയാണ്. അവർക്ക് കണ്ടുപിടിക്കാൻ പരിശുദ്ധ ദീന പഠിക്കാൻ ഒരു പള്ളിയുണ്ട്. ഇസ്ലാമികമായ സംസ്കാരം പഠിക്കാൻ അവർക്കൊരു ദേവാലയമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? ഈ നാട്ടിൽ മാത്രം നിങ്ങൾ പലയിടത്തും ക്രൈസ്തവ ദേവാലയങ്ങളിൽ ജുമാ നിർവഹിക്കുന്നത് കണ്ടില്ലേ? ജൂത സിനഗോഗുകളിൽ ജുമാ നിർവഹിക്കുന്നത് കണ്ടില്ലേ? എന്നാൽ ഏറ്റവും കൂടുതൽ വൃത്തികേടുകളുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, ഈ ചെറിയ നാട്ടിൽ 7 പള്ളികളുണ്ട്. ഒരു പള്ളിയും ആരുടെയും ദേവാലയങ്ങളിലല്ല. എല്ലാ ജുമയും നിർവഹിക്കപ്പെടുന്നത് ഞങ്ങൾ വളർത്തി വലുതാക്കിയ, ഞങ്ങൾ പടുത്തുയർത്തിയ സ്വന്തം മണ്ണിൽ സ്വന്തം പള്ളികൾ രൂപപ്പെടുത്തിയിട്ട് ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജുമാ കഴിഞ്ഞ് പിരിയുമ്പോ ആ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഇവിടുത്തെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വൈകുന്നേരങ്ങളിലെ ക്ലാസ് ആരംഭിക്കുകയാണ്. വനിതകൾക്ക് ഞായറാഴ്ചകളിലെ ക്ലാസ്സുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. തജ്വീദ് അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല, എല്ലാം തകർന്നവരാണ്, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരാണ്, ധാർമ്മികത അശേഷമില്ലാത്തവരാണ്, സംസ്കാരമില്ലാത്തവരാണ് എന്നൊക്കെ നമ്മൾ വിധി എഴുതുന്ന നാട്ടിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരം വളരുന്നതിന്റെ ലക്ഷണമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പള്ളികളാണ്. ആ പള്ളികളിലൂടെ സംഭവിക്കുന്ന ഇസ്ലാമിക മുന്നേറ്റമാണ്, ഇസ്ലാമിക വിപ്ലവമാണ്. ഒരു പള്ളി ഒരു പ്രദേശത്തിന്റെ വിളക്കാകുന്നത് അങ്ങനെയാണ്. ഒരു പ്രദേശത്തിന്റെ മാറ്റത്തിന്റെ അടയാളമാകുന്നത് അങ്ങനെയാണ്. എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കാൻ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വിജയത്തിന്റെ മഹോന്നതമായ മാർഗത്തിലേക്ക് നടക്കാൻ നിങ്ങൾക്കൊരു പള്ളി തന്നെ ധാരാളം മതി. ആ ചേരമാൻ പെരുമാളിൻ്റെതാണ്, തിരുവിതാംകൂറുകാരുടേതാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഇവിടുത്തെ ഇല്ലങ്ങളും ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളുമെല്ലാം പള്ളികൾ നിർമ്മിച്ചു കൊടുത്ത് ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അനുയായികൾക്ക് ഈ നാട്ടിൽ ദീനീ പ്രബോധനം നടത്താൻ അവസരമുണ്ടാക്കി കൊടുത്തതിന്റെ മനോഹരമായ മാതൃകകളാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. കാട്ടിച്ചിറക്കില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർമ്മിക്കുകയും അയവിറക്കുകയും ചെയ്യുന്ന ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ ഉൾപ്പെടെ എത്രയോ മനുഷ്യര് അങ്ങനെ ദീനീ പ്രബോധനം നടത്തിയതാണ്. ജാതിയല്ല, മതമല്ല, മറ്റ് വ്യത്യസ്തതകളല്ല, മനുഷ്യത്വമായിരുന്നു അവരുടെ ഏറ്റവും വലിയ സന്ദേശം.
ആ മനുഷ്യത്വത്തിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിനെ പഠിക്കുകയായിരുന്നു. ഇസ്ലാമിനെ അവർ ഉണരുകയായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിന്റെ ചിന്തകളിലൂടെ അവർ സഞ്ചരിക്കുകയായിരുന്നു. ആ ചിന്തയും വെളിച്ചവും അവരെ സ്വാധീനിച്ചപ്പോ, അള്ളാഹുവിന്റെ കാരുണ്യം അവരെ തലോടിയപ്പോ, പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശം ആ നാട്ടിൽ വേരുറച്ചപ്പോ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശത്തെ ഏറ്റെടുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ പള്ളികളെ ആരാധനാലയങ്ങൾ മാത്രമായി ചുരുക്കാതെ എന്റെയും നിങ്ങളുടെയും വീടിന്റെയും കുടുംബത്തിന്റെയും വ്യക്തിതലത്തിലെയും സാമൂഹിക തലത്തിലെയും എല്ലാ മാറ്റങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി നമ്മുടെ പള്ളികളെ നമുക്ക് കാണാൻ കഴിയണം. അതുകൊണ്ടാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പരിചയപ്പെടുത്തുന്നത്. ഹിമായത്തുദ്ദീൻ അല്ല നമ്മുടെ പണി. ഇന്ന് മുസ്ലിമീങ്ങൾ കേരളക്കരയിൽ അടക്കം ഏറ്റെടുത്തിരിക്കുന്നത് ദീനിന്റെ സംരക്ഷണമാണ്. സംരക്ഷണം നമ്മുടെ പണിയല്ല. സംരക്ഷണം പരമകാരുണികനായ അള്ളാഹുവിന്റെ പണിയാണ്. നിങ്ങളും ഞാനും സംരക്ഷിച്ചില്ലെങ്കിലും ഇതൊക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടും. നമ്മൾ കാവലിരിക്കേണ്ടവരില്ല. കാത്തു ഈ സമൂഹത്തിന് മുന്നിൽ ഓരോ പള്ളികളുടെയും മദ്രസകളുടെയും കെട്ടിടങ്ങൾ തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടവരല്ല. നമ്മൾ ഈ പള്ളികളെ ജീവിപ്പിക്കേണ്ടവരാണ്. 6 നൂറ്റാണ്ടുകാലം അങ്ങനെ ജീവിപ്പിക്കാൻ മറന്നുപോയതാണ് ബാബരി മസ്ജിദിൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചത്. അങ്ങനെ മുസ്ലിമീങ്ങൾ പള്ളികൾ മറന്നുപോയതാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളികൾ ഉണ്ടായിട്ടും അവർ ജീവിപ്പിക്കാൻ കഴിയാതെ അതൊരാൾക്കൂട്ടത്തിന്റെ കേന്ദ്രം മാത്രമായി കണ്ടു മടങ്ങിയത് കൊണ്ടാണ് വെസ്റ്റ് ബംഗാളിലെ മുസ്ലിമീങ്ങൾ തകർന്നു പോയത്, ബീഹാറിലെ മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് ചോർന്നു പോയത്. ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇന്നും നിറകിക്കുന്നത്, വേദനിക്കുന്നത്. നമ്മുടെ പള്ളികളെ നമ്മൾ കൃത്യമായും വ്യക്തമായും നമ്മുടെ ജീവിതധാരയിലേക്ക് ഈ സംസ്കാരത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈമാനിന്റെ ഏറ്റവും വലിയ കേന്ദ്രബിന്ദുവായി കാണാൻ കഴിയണം. എന്നിട്ട് അവിടെ ഈ അർത്ഥത്തിലുള്ള ബോധ്യത്തെ കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഇടമായി കാണാൻ, അതിലൂടെ ഇഖാമത്ത് ദീനിനെ നിലനിർത്തുക, എന്റെ പ്രാർത്ഥനയിലൂടെ നിലനിർത്തുക, എന്റെ പ്രവർത്തനത്തിലൂടെ നിലനിർത്തുക, സഹവർത്തിത്വത്തിലൂടെ നിലനിർത്തുക, സാഹോദര്യത്തിലൂടെ നിലനിർത്തുക, മാനവികതയിലൂടെ നിലനിർത്തുക, നല്ല നടപ്പിലൂടെ നിലനിർത്തുക, സത്യസന്ധതയിലൂടെ നിലനിർത്തുക. അങ്ങനെ നിലനിർത്തുന്ന വിചാരപരമായ വീണ്ടെടുപ്പാണ് ഓരോ പള്ളികളും മനുഷ്യന് നൽകുന്ന സന്ദേശം. അങ്ങനെ വന്നാൽ ലോകത്തേത് പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ കഴിയും. ജീവിക്കാൻ അവകാശമില്ലാതെ കഷ്ടപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവുമില്ലാതെ ജീവൻ അപഹരിക്കപ്പെടുന്ന കാലത്ത്, എത്രയോ സങ്കടങ്ങൾ സമുദായം പേറുന്ന കാലത്ത്, സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയുള്ള കാലത്ത്, എല്ലാം നിങ്ങൾക്ക് വന്നാലും ഈ ഭൂമിയിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ പ്രാർത്ഥനകൾ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഭൂമിയിൽ മുഴുവൻ വ്യാപരിക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ കൊതിക്കുക, പ്രതീക്ഷിക്കുക. പിന്നെ എന്ത് ആശങ്കയാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്? അള്ളാഹുവിന്റെ ഭവനങ്ങളെ ഏറ്റെടുക്കാൻ, ആ ഭവനങ്ങളിലൂടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ ഭവനത്തിന് തത്തുല്യമായ വിശ്വാസപരമായ നന്മകൾ നിലയുറപ്പിക്കാൻ, ആ മൂല്യങ്ങൾ ലോകത്തുണ്ടാക്കിയെടുത്താൽ ഒരു ജനതയെ എങ്ങനെ മാറ്റുമെന്നതിന് മസ്ജിദുൻ നബവിയും പരിശുദ്ധ ഹറമുകൾ, ഈ ഹറമുകളും മസ്ജിദുൽ അഖ്സയും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എന്തുമാത്രം പ്രാധാന്യമാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാനും, ലോകം മാറുന്ന കാലത്ത് നമ്മൾക്കിടയിലൂടെ ദീന് നിലനിൽക്കാനും, ഈ പ്രദേശത്ത് വെളിച്ചമുള്ള വിശ്വാസികൾ, സംസ്കാരമുള്ള വിശ്വാസികൾ, അള്ളാഹുവിനെ ഓർക്കുന്ന വിശ്വാസികൾ, സുബഹി ജമാഅത്ത് മുതൽ ഓരോ പ്രാർത്ഥനാ നിമിഷങ്ങളെയും ജീവിപ്പിക്കുന്ന വിശ്വാസികൾ, അങ്ങനെ പരിശുദ്ധ ദീനിന്റെ ആത്മീയമായ ലോകത്തെ സജീവമാക്കാനും നിലനിർത്താനും പ്രേരണ നൽകുന്ന ഒന്നായി ഈ സമർപ്പിക്കപ്പെട്ട പള്ളി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഇത് ഈ നാടിന് വേണ്ടി ത്യാഗപൂർവ്വം സമർപ്പിച്ച, ഇത് നിർമ്മിച്ചു നൽകിയ അള്ളാഹു കുടുംബത്തിന്, സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പള്ളികൾ നിർമ്മിക്കുക, ദീനീ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതൊരു ആവേശമായി കാണുന്ന സഹോദരങ്ങളാണ്, കുടുംബമാണ്. അള്ളാഹുവെ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അവരുടെ ഈ ഭവനം നാളെ സ്വർഗത്തിൽ അവർക്ക് കുടുംബത്തോട് ഒരുമിച്ച് കൂടാനുള്ള ഭവനമാക്കി റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആ പ്രാർത്ഥന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ഒരു ഉത്തരവാദിത്തമായി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാവരും പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, ഒരുപാട് അർത്ഥത്തിൽ സഹകരിക്കുന്ന ഒരു വലിയ നന്മ, ഒരു വലിയ മുഹൂർത്തം, ഇതിനുവേണ്ടി പരിശ്രമിച്ച, പ്രവർത്തിച്ച മകനിലെ ഓരോ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനിവിടെ വന്നപ്പോഴും ഈ നാട്ടിലെ ഒരു സഹോദരൻ ഒരു ഉമ്മ തന്നതാണെന്ന് പറഞ്ഞ് മഹല്ല് കമ്മിറ്റി ഏൽപ്പിക്കേണ്ട ഒരു സ്വർണം കയ്യിൽ തന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ ആളുകൾ ദീനിനെ അദമ്യമായി സ്നേഹിക്കുന്നവർ, അള്ളാഹുവെ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അവരൊക്കെ ദീനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഇസ്സത്തോടെ
നിലനിൽക്കണമെന്ന് കൊതിക്കുന്നത് കൊണ്ടാണ്. പള്ളി ഒരു ഷിആറാണ്, നാടിന്റെ ഇസ്സത്തിന്റെ അടയാളമാണ്. ആ ഷിആർ വിളിച്ചു പറയുന്ന ഒന്നുണ്ട്, ഈ മിനാരത്തിൽ ബാങ്കുലി മുടങ്ങുമ്പോ ഈ പള്ളിയിൽ കയറി വരുന്നവരും ആ ഇസ്സത്തുള്ളവരാകണം. ഈ പള്ളി ഉപയോഗിക്കുന്നവർ ആ പള്ളി പോലെ മനോഹരമാകണം. നിങ്ങൾ ഉണ്ടാക്കിയത് അലങ്കൃതമായ ഒരു പള്ളിയാണ്, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന പള്ളിയാണ്. നമ്മുടെ മുഖത്തേക്ക് നോക്കി നെറ്റി ചുളിച്ചു പോകുന്ന സ്വഭാവവും കാണുന്നത് മനോഹരമായ പള്ളിയും ഒരിക്കലും ജീവിതത്തെ മാറ്റില്ല. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പള്ളികളിൽ നിസ്കരിക്കുന്നവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്നിടത്താണ് അള്ളാഹുവിന്റെ വെളിച്ചമുണ്ടാവുക. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാൻ, ഈ പള്ളിയുടെ സൗന്ദര്യം, എന്റെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, എന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, എന്റെ ഈമാനിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അള്ളാഹുവേ നീ തന്ന ഒരു ശിആറാണ്, നീ തന്ന ഓർമ്മപ്പെടുത്തലാണ്, നീ തന്ന സൂചനയാണ് എന്ന ഓർമ്മയോടുകൂടി ജീവിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നമുക്കൊക്കെയും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി ഈ ഉദ്യമത്തെ, ഈ സേവനത്തെ സ്വീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.